ഇത് ഏതാണ്ട് 45 വർഷങ്ങൾ പിന്നിടുകയാണ്. 45 വർഷങ്ങൾക്ക് മുമ്പുള്ള അങ്കമാലിയും ഇന്നത്തെ അങ്കമാലിയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കറിയാം ഒത്തിരി മാറ്റങ്ങൾ അങ്കമാലിയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഒരു മെട്രോ നഗരമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അങ്കമാലി പട്ടണം, എന്നാൽ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രമാത്രം ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് കാര്യമായിട്ടൊന്നും ഉയർത്തിക്കാട്ടുവാനായിട്ടില്ല. അങ്കമാലി നഗരസഭയായതിനെ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, രണ്ട് രീതിയിലാണ് പഞ്ചായത്തുകളെ നഗരസഭകളായി ഉയർത്തുക. ഒന്ന് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, രണ്ട് ജനസംഖ്യ അടിസ്ഥാനത്തിൽ. അന്ന് 45 വർഷങ്ങൾക്ക് മുമ്പ് അങ്കമാലി നഗരസഭയായി ഉയർത്തിയത് തികച്ചും ജനസംഖ്യ അടിസ്ഥാനത്തിലായിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നീക്കിയിരിപ്പുള്ള ഒരു നഗരസഭയാണ് അങ്കമാലി. മുനിസിപ്പൽ ഉദ്യോഗസ്ഥർക്ക് അറിയാം, മുനിസിപ്പൽ ഉദ്യോഗസ്ഥര് റിട്ടയർഡ് ആവാറാകുമ്പോൾ അവര് സ്ഥലമാറ്റം ചോദിക്കുന്ന ഒരു സ്ഥലം അങ്കമാലിയാണ്. എന്തിനാന്ന് വെച്ചാൽ അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും അങ്കമാലിയിൽ നിന്ന് ലഭിക്കും. മറ്റുള്ളിടത്താണെങ്കിൽ അത് ലഭിക്കുക പ്രയാസമാണ് പെട്ടെന്ന്. പക്ഷേ അങ്കമാലിക്ക് ഇത്ര നീക്കിയിരിപ്പുണ്ട് എങ്കിലും അങ്കമാലിക്ക് വേണ്ടതായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നും അങ്കമാലിക്ക് ലഭിച്ചിട്ടില്ല. നമ്മൾ കറിയിലൊക്കെ ഒരു കറി വയ്ക്കുമ്പോൾ അതിന് രുചി പകരാനായിട്ട് നമ്മൾ ഉപ്പിടും എന്ന് പറയുന്നത് പോലെയാണ് അങ്കമാലി നഗരസഭയിൽ മാറി മാറി വരുന്ന ഭരണസമിതികൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ മുനിസിപ്പൽ സ്റ്റേഡിയം, കളിസ്ഥലം തുടങ്ങിയവയ്ക്കൊക്കെ, മുനിസിപ്പൽ പാർക്ക് തുടങ്ങിയവയ്ക്കൊക്കെ ഫണ്ട് നീക്കിവെക്കും നോർമലി ആയിട്ട്. പക്ഷെ ഇതൊന്ന് യാഥാർത്ഥ്യമാക്കുവാനായിട്ട് ഈ 45 വർഷമായിട്ടും അങ്കമാലിക്ക് സാധിച്ചിട്ടില്ല. അങ്കമാലിയുടെ ഉയർത്തെഴുന്നേൽപ്പ്, ഇവിടെ വിമാനത്താവളം വന്നു. ആ വിമാനത്താവളത്തിന്റെ വികസന കുതിപ്പ് അങ്കമാലിക്ക് എത്രമാത്രം വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു വികസനത്തിൻ്റെതായ ആ മറ്റുള്ള സമീപ പ്രദേശങ്ങളിലേക്ക് വന്നിട്ടുള്ള കുതിപ്പ് അങ്കമാലിക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ അടിസ്ഥാന കാരണം നല്ലൊരു റോഡ്, വിമാനത്താവളവും അങ്കമാലി ടൗണും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് നമുക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നായത്തോട് വഴിയുള്ള ഒരു റോഡിനെ കുറിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ വീതി കൂട്ടിയിട്ട് ആരെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അങ്കമാലിക്ക് അതിന്റെ വികസനം യാഥാർത്ഥ്യമാക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. അതുപോലെ പാർട്ടിയെ കുറിച്ച് കേൾക്കുന്നു, ഇന്ന് വരെ ഒരു സെന്റ് സ്ഥലം ഏറ്റെടുക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഇന്ന് വരും, നാളെ വരും, കല്ലിടല്, സർവേകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു സെന്റ് സ്ഥലം പോലും ഏറ്റെടുത്ത് ഇന്ന് വരെ അങ്കമാലി ബൈപ്പാസിന് വേണ്ടിയിട്ട് നടത്തിയിട്ടില്ല. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെയാണ് ഈ അങ്കമാലി മുനിസിപ്പൽ പൗരസമിതി ഇന്നിവിടെ വികസന സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളതും ഒരു സമ്മർദ്ദ ശക്തിയായി അങ്കമാലിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻ നിന്ന് വേണ്ട ഉപദേശങ്ങളും കൊടുക്കുവാനായിട്ട് ഒരു ഒന്നുകൂടി പറയുന്നു, ഒരു സമ്മർദ്ദ ശക്തിയായി മാറേണ്ട കാലഘട്ടമാണ് ഇന്നുള്ളത്. അങ്കമാലി ജനങ്ങൾ ഈ നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ ഈ മാറ്റിവെക്കുന്ന തുകകൾ എല്ലാ പ്രാവശ്യവും മാറ്റിവെക്കും. നമുക്കറിയില്ല. അതായത് മുനിസിപ്പൽ സ്റ്റേഡിയം ഈ പ്രാവശ്യം മാറ്റിവെച്ചിട്ടുണ്ട്, പാർക്ക്, അറവശാല തുടങ്ങിയിട്ടൊക്കെ ഫണ്ട് നീക്കി വെച്ച് പോകുന്നതല്ലാതെ ഇതൊന്ന് പ്രാവർത്തികമാക്കുവാനായിട്ട് മാറി വരുന്ന നമ്മുടെ ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ വസ്തുതയാണ്. ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകാനായിട്ട്, വിജയിപ്പിക്കാനായിട്ട് അങ്കമാലി നഗരസഭയിലെ എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വന്ന നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.